ഹലോ, അപ്പോൾ ഒന്ന് അഫ്ഗാനി പോയിട്ട് വന്നാലോ? അപ്പോൾ ഇന്ന് അവിടെ ഉണ്ടാക്കുന്നത് അഫ്ഗാനി മുട്ടക്കറിയാണ്. അതിന് വേണ്ടി ആദ്യം തന്നെ കോഴിട്ട മുട്ട ഒരു 4 പീങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടെടുത്ത് അതിൻ്റെ റോ ഫ്ലേവർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ദെൻ ഒരു സവാള, ചെറിയൊരു സവാള ചോപ്പ് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് അതിൻ്റെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് അങ്ങനെ അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം അവിടെ നിന്നിട്ട് നന്നായി ഒന്ന് വാടി വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം. ദെൻ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് കുറച്ച് ചിരക തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് കുറച്ച് കശുവണ്ടി ആഡ് ചെയ്തെടുക്കണം. തീവണ്ടിയിൽ കേട്ടോ, നമ്മൾ അണ്ടിപ്പരിപ്പില്ലേ ആ സംഭവം, അങ്ങനെ അത് ഒരു 5-6 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ട് വരണം. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പം ഇനി നമ്മൾ സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. തുച്ഛമായ മസാലപ്പൊടി, അധികമായ ടേസ്റ്റ്, അതാണ് ഈ കറിൻ്റെ ഹൈലൈറ്റ്. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത്ര മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ മിക്സിൻ്റെ ജാറൊന്ന് ചുവച്ചെടുത്തിട്ട് അത് വീണ്ടും ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എത്രത്തോളം കുറുക്കം വേണോ അതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ കറി തളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുട്ട ആഡ് ചെയ്യണം. ഓരോ മുട്ടയിലും ഒരു 3-4 വരെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും മുളകും എല്ലാം ഒന്ന് പിടിച്ചാൽ വേണ്ടിയിട്ട്. മുട്ട ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ദെൻ പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പം നമ്മളെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ കുറച്ച് തൈര് ആഡ് ചെയ്യുക. പുളി കുറഞ്ഞ തൈര് ആഡ് ചെയ്യണം. തൈര് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുളി കൂടി പോകരുത്. അപ്പം നമ്മൾ അഫ്ഗാനി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഇതൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഫ്ഗാനി പോയ ഫീലായിരിക്കും. അപ്പോൾ പൊറാട്ട ഉണ്ടോ, ചപ്പാത്തി ഉണ്ടോ, പത്തിരി ഉണ്ടോ, ഒന്നും നോക്കണ്ട, ഇതൊന്നും ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ ടാറ്റാ.